ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദേവീനെയും കൂട്ടിക്കൊണ്ട് ഉദയഭാനും ശ്രീകലയും കൂടി ആ നടു റോട്ടിൽ അങ്ങോട്ട് നിൽക്കുക കേട്ടോ. ദേവി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദയഭാന് പണ്ട് മോള് വിഷമിക്കേണ്ട മോളെ, ജീവിതാകുമ്പോഴേക്ക് കുറച്ച് നോണയൊക്കെ എല്ലാവരും പറയുന്നതാണ്. എന്ത് കുറച്ച് നുണയോ? നമ്മൾ അങ്ങനത്തെ നുണയാണോ അച്ഛൻ പറഞ്ഞത്? ഒരു കുടുംബത്തെ ഫുള്ളും തകർത്ത, വിശ്വാസവഞ്ചനയിൽ ആഴ്ത്തിയ ഒരു നുണ പറഞ്ഞിട്ട് അച്ഛനെ നാണമില്ലേ ഇങ്ങനെ പറയാനിട്ട്? ഇതാണോ ചെറിയ നുണ എന്ന് ചോദിക്കുമ്പോൾ, മോളെ അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഒരു വിവാഹം നടത്താനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വിവാഹം മുടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മോൾക്ക് എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാണ്. മോൾ തന്നെ ആലോചിച്ചോക്ക്. ഈ പലചരക്കടക്കാരനും ബാലന്റെ മകന്റെ ആലോചനക്കാളും മുമ്പ് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആലോചന, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർമാരുടെ ആലോചന, അങ്ങനെ എന്തുമാത്രം ബിസിനസ് നടത്തുന്നവരുടെ ആലോചന, ജ്വല്ലറിക്കാരുടെ ആലോചന, എന്തുമാത്രം ആലോചന എന്റെ പൊന്നു മോൾക്ക് വന്നതാണ്. എന്റെ മോളെ കണ്ടിട്ട് എന്തോരം പേര് പെണ്ണ് ചോദിച്ചു വന്നതാണ്. പക്ഷെ എല്ലാവരും എന്ത് കാരണം കൊണ്ടിട്ടാ ആ വിവാഹം എല്ലാം വേണ്ടെന്ന് പറഞ്ഞു പോയത്? എന്റെ മോൾക്ക് പഠിപ്പില്ലാത്ത ആ ഒരൊറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് അച്ഛൻ പിന്നെ തീരുമാനിച്ചു എൻ്റെ മോൾക്കൊരു ഡിഗ്രി അച്ഛൻ തന്നെ കൊടുക്കാന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി MA ലിറ്ററേച്ചർ ആണെന്ന്. പിന്നെ ബാക്കിയെല്ലാം അതിന്റെ തുടർ നുണകളായിട്ട് അങ്ങോട്ട് പോയതല്ലേ മോളെ, അല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ. അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അപ്പോഴേക്കും സ്ത്രീകളെ പറയണ്ടേ, എടി നീ അച്ഛനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. നിന്റെ ജാതകദോഷം ഞങ്ങൾ വരുത്തി വെച്ചതാണോ ഡി? അല്ല, അത് അച്ഛൻ്റെ അമ്മയുടെയും കുഴപ്പമില്ല, എൻ്റെ ജാതകദോഷം എൻ്റെ മാത്രമാണ്. പക്ഷെ അതെന്തിനാ അമ്മ അവിടെ പോയിട്ട് പറയാന്നത്? പിന്നെ പറയണ്ടേ? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അമ്മ എൻ്റെ ജാതകദോഷത്തിന്റെ കാര്യം അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ തന്നെയല്ലേ കുറ്റക്കാരാവുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് അവർ ചോദിക്കുള്ളൂ. പിന്നെ ബാലച്ചൻ ജാതകത്തിലും അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളായത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാതെ അവരെങ്ങാനും എൻ്റെ ജാതകം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം, അതായത് ഇത്ര വയസ്സുള്ള കല്യാണം കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഞാൻ മരണപ്പെടുമെന്ന് എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. അവിടുത്തെ അമ്മയുണ്ടല്ലോ, അമ്മക്കാണെങ്കിൽ ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അച്ഛന് വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ എൻ്റെ ജാതകം ഒന്നും നോക്കാതിരുന്നത്. അഥവാ ജാതകം നോക്കിയെങ്കിലും അച്ഛൻ കള്ളജാതകം കൊടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതെന്തെങ്കിലും ആവട്ടെ മോളെ, നീ ആ പഴയ കാര്യങ്ങളൊക്കെ വിട് എന്ന് ശ്രീകല പറയാണ്. നീ നോക്ക്, നിന്നെ നല്ല അന്തസ്സായിട്ട് ആ വീട്ടിലേക്ക് തന്നെ കേറ്റും നിന്റെ ഈ അമ്മ. ഇനി എന്ത് നുണ പറഞ്ഞിട്ടാണ് അവിടെ എന്നെ കയറ്റാൻ പോണത്? ഞാൻ വീണ്ടും ഗർഭിണിയാണെന്നുള്ള നുണയോ? അതൊന്നും പറഞ്ഞാൽ ഏൽക്കില്ല അമ്മേ. അതൊന്നുമല്ല പറയാൻ പോണത്. വേറെ ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്തസ്സായിട്ട് കയറ്റുമോ വെച്ചാൽ അന്തസ്സായിട്ട് കയറ്റും. നുണ പറഞ്ഞ് കയറ്റുമെന്നല്ല. നീ നോക്കിക്കോ മോളെ, ഒരു ദിവസം മാക്സിമം ഒരു ദിവസം അതിനുള്ളിൽ നീ ദൈവമംഗളത്തിരിക്കും. ഇത് ഈ സ്ത്രീകളുടെ വാക്കാണ്. എൻ്റെ പൊന്നമ്മേ, ഇനി എന്നെ കുഴി കൊണ്ടേ ചാടിക്കല്ലേ. ചാടി ഞാൻ മടുത്തു. നീ വാടി വേണേ, ആദ്യമായിട്ട് ഒരു ഓട്ടോ വിളിക്കും. ഓട്ടോ വിളിക്കാനായിട്ട് പൈസ ഇല്ല സ്ത്രീകളെ. അപ്പോൾ നമ്മുടെ ദേവിയുടെ ചോദിക്കണം, മോളെ നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലേ? എൻ്റെ കയ്യിൽ പൈസയായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അല്ല, നിന്റെ ഫോണിൽ മറ്റേ സംഭവം ഇല്ലേ, സ്കാനർ കാണുമ്പോൾ ഇങ്ങനെ പൈസ ചെയ്യുന്ന സംഭവം? അമ്മ, എൻ്റെ ഫോണൊന്നും ഞാൻ എടുത്തില്ല. എടി പെണ്ണ്, നിനക്ക് അതെങ്കിലും എടുത്തൂടെ? 10 പൈസ ഇല്ലാണ്ടാണ് നീ വന്നേക്കുന്നത്. ഇവളുടെ ഒരു കാര്യം. കുഴപ്പമില്ല, നിന്റെ കയ്യിൽ 2 വളയുണ്ടല്ലോ, അത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോഴും അങ്ങനെ. ഇതേ അമ്മ എനിക്ക് സ്നേഹത്തോടെ തന്ന വളയാണ് മോളെ. അത് 2 പവൻ ഉണ്ടാടി. 2 പവൻ കൊടുത്ത് ഇന്നത്തെ വിലക്ക് 2 ലക്ഷം രൂപ കിട്ടും. എൻ്റെ അമ്മേ, പൊന്നമ്മേ, അമ്മ ഒന്ന് നടന്നു പോയാലും വീടെത്തും അല്ലേ, നടന്നങ്ങനെ പോവാം എന്ന് പറയണം. പിന്നെ നീ നടന്നങ്ങ് വാ ഉദയേട്ടാ, വാ നമുക്ക് ഓട്ടോ വിളിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെയും ഉദയഭാനും ഓട്ടോ വിളിച്ചു പോവാണ്. നമ്മുടെ ദേവിയാണെങ്കിൽ ആകെ വിഷമിച്ച് ആ നടു റോട്ടിൽ ഉച്ച വെയിലത്ത് ഇങ്ങനെ നടക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പ്രൊമോയില്. ഇനി ദേവിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അല്ലെ, വെയിലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ദേവി. അതേസമയം ദേവമംഗലത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എൻ്റെ മോൻ ഇങ്ങനത്തെ വലിയൊരു ചതിയിൽ കൊണ്ട് ഇട്ടത്, എൻ്റെ തെറ്റാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ സ്വയം ശപിക്കുകയാണ്. ഇത് കേട്ട് ആകാശും ആര്യനും നമ്മുടെ ബാലൻ്റെ അടുത്ത് വന്ന് പറയണ്ട, അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ലേ അച്ഛൻ ഒരാളെ വിശ്വസിച്ചു, അവൻ നല്ലവനാണെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ആനന്ദേട്ടന് വിവാഹം ആലോചിക്കാന്ന് വിചാരിച്ചു. ആനന്ദേട്ടൻ നമ്മൾ എത്രമാത്രം പെണ്ണ് നോക്കിയതാണ്, ഒന്നും ശരിയായില്ല. അപ്പോൾ ദൈവമായിട്ട് ഇങ്ങോട്ട് വന്നൊരു ആലോചന അച്ഛൻ അത് വിശ്വസിച്ചു. ഇതിൽ അച്ഛൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ ഉദയഭാനു എന്ന് പറഞ്ഞ ആളുടെ കുടുംബത്തെ അന്വേഷിക്കാൻ വേണ്ടി ആകാശേട്ടനും നമ്മുടെ ധർമ്മമാമനൊക്കെ പോയിരുന്നു. അവരന്വേഷിച്ചപ്പോൾ നല്ല കാര്യങ്ങളൊക്കെയല്ലേ അറിഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും തെറ്റുകാരാണ്. പിന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായപ്പോൾ ഞാനും പോയി അന്വേഷിച്ചു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചു. പിന്നെ ദേവിയെടുത്തിലെ സ്വഭാവം കുറച്ച് നല്ലതായിരുന്നല്ലോ.
നിർത്തട, ദേവിയെടുത്തിന്റെ സ്വഭാവം നല്ലതായിരുന്നോ? അവൻ ദേ പറയണത് കേട്ടില്ല ബാലേട്ട, ദേവിയെടുത്തി നല്ലതാണെന്ന് പോലും. ദേ അവളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നീ വരല്ലേ ആര്യ എന്ന് പറയാണ്. അപ്പൊ ആര്യം വേണ്ട അമ്മേ, ദേ നമ്മൾ നല്ലതൊന്നും മറച്ചു വെക്കരുത്. ഒരാൾ തെറ്റ് ചെയ്തു വെച്ച് അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കണത് അത്ര നല്ലതല്ലമ്മേ എന്ന് ആര്യം പറയാണ്. ആര്യൻ അത് പറയുമ്പോഴേക്കും അതിനെ ഏറ്റുപിടിക്കാണ് നമ്മുടെ മീനാക്ഷി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ദേവിയെടുത്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ടത് അത്ര ശരിയായില്ലമ്മേ. ആഹാ മീനാക്ഷി, നീ ആള് കൊള്ളാലോ, ആ ചതിയത്തിന് ഇവിടെ നിർത്തണോന്നായിരുന്നു നീ പറഞ്ഞത്. ഞാൻ അവളെ ഇവിടെ പൂവിട്ട് പൂജിക്കണമായിരുന്നാണോ നീ പറയണ മീനാക്ഷി? അയ്യോ, ഞാൻ പൂവിട്ട് പൂജിക്കണമെന്ന് അമ്മയടുത്ത് പറഞ്ഞില്ല. ദേവിയെടുത്ത് നമ്മുടെ കാണിച്ച സ്നേഹമൊക്കെ സത്യസന്ധമായിട്ടുള്ള സ്നേഹമായിരുന്നു. അതിലൊരു കളങ്കവും ദേവിയെടുത്ത് വരുത്തിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ദേവിയെടുത്തി അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് ദേവിയെടുത്ത് അതിന്റെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ പേര് ദേവിയെടുത്ത് ഇവിടുന്ന് ഇറക്കിയൊന്നും വിടണ്ടായിരുന്നു അമ്മേ. ദേവിയെടുത്ത് നമ്മളടുത്ത് കാണിച്ചുള്ള സ്നേഹം, ദേവിയെടുത്ത് എന്തൊക്കെ സഹിച്ചു. പിന്നെ അമ്മക്കറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ കുഞ്ഞിന്റെ കാര്യമാണെന്ന് നമ്മുടെ ഗോമതിക്ക് മനസ്സിലായി. അപ്പൊ അവരൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ. അപ്പൊ ആനന്ദിന് ഇതൊന്നും അറിയില്ല. അപ്പൊ ആനന്ദ്, മീനാക്ഷി നീ എന്താ പറയുന്നത്? നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ദേവി എന്ന് പറഞ്ഞ നിന്റെ ഏടത്തി അത്രമാത്രം എന്ത് വലിയ കാര്യമാണോ ഇവിടെ ചെയ്തത്? എനിക്കറിയാവുന്ന കാര്യം മാത്രമല്ല അവൾ ചെയ്തുള്ളൂ, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി വേഗം നമ്മുടെ ഗോമതിയുടെ മുഖത്ത് നോക്കുക കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയണ്ട, ആനന്ദേട്ടാ എനിക്ക് ആനന്ദേട്ടത്ത് ഒരു കാര്യം പറയാനുള്ളൂ. ദേവിയെടുത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആനന്ദേട്ടനാണ് ഈ കുടുംബത്തിൽ ആദ്യം അറിഞ്ഞത് അല്ലേ? അതെ. എന്നിട്ട് ആനന്ദേട്ടൻ അതെല്ലാം ക്ഷമിച്ചു, സഹിച്ചു. എന്തിനു വേണ്ടി? ദേവിയെടുത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതെല്ലാം മറന്ന് ദേവിയെടുത്തിനെ സ്നേഹിച്ച്, കുഞ്ഞിനെ സ്നേഹിച്ച്, അത് പഴയ ദേവിനെ മറന്ന് പുതിയ ദേവിയായിട്ട് സ്നേഹിക്കാന്ന് വിചാരിച്ചു. അതല്ലേ കാര്യം? അതെ, അത് തന്നെയാ കാര്യം. ആ കുഞ്ഞായപ്പോഴേക്കും ഞാൻ അവളുടെ തെറ്റൊക്കെ മറന്ന് അവളെ സ്നേഹിച്ചതാണ്. പഴയതൊക്കെ മറന്നു. നിങ്ങളടുത്തൊന്നും ഒരിക്കലും ഒന്നും പറയരുതെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ മനസ്സിൽ മൂടി വെച്ചു, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ മറന്നുപോയി ആ കുഞ്ഞ് അവളെ വയറ്റിൽ വളരാൻ തുടങ്ങിയപ്പോൾ. ശരി, പിന്നീട് വീണ്ടും എപ്പോഴാണ് ആനന്ദേട്ടൻ ദേവിയെടുത്തിട്ട് വീണ്ടും ദേഷ്യം വന്നു തുടങ്ങിയത്? അത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ അവള് ആ കാലമാടത്തി ആ ഒരു കുഞ്ഞിനെ നോക്കാൻ പോലുള്ള കഴിവില്ല അവൾക്ക് എന്ന് പറയണോ? അതിനിങ്ങനെ കഴിവുണ്ടാകും, അച്ഛന്റെ അമ്മയുടെ എല്ലാം മോള്, അവക്കും അത്രയും വിലയൊക്കെ തന്നെ അതിനുള്ളൂ. ആനന്ദേട്ട അനാവശ്യം പറയരുത്. ഇത് തന്നെയാണ് ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞത്. ആനന്ദേട്ടൻ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അമ്മ അച്ഛ, ദേവിയെടുത്തിന്റെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി ശരികൾ കൂടി ആനന്ദേട്ടനെ അറിയണം. അതിനുള്ള സമയമായിരിക്കാണ്. മീനാക്ഷി, നീ എന്തൊക്കെയാ പറയണത്? എന്തിനും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലേ ആനന്ദേട്ടൻ അറിഞ്ഞോ? ആനന്ദേട്ടൻ വിചാരിക്കുന്ന ആ മഹാ തെറ്റുണ്ടല്ലോ ദേവിയെടുത്ത് ചെയ്തത്, ആ കുഞ്ഞിന് നഷ്ടപ്പെടാൻ കാരണം ദേവിയെടുത്തിയാണെന്ന് ആനന്ദേട്ടൻ വിശ്വസിക്കണത്. എന്നാ ആനന്ദേട്ടൻ അറിഞ്ഞോ ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരി ദേവിയെടുത്തിയല്ല, പിന്നെ ആരാ? നീ വെറുതെ അവളെ വെള്ളപൂശാൻ ശ്രമിക്കല്ലേ മീനാക്ഷി? വെള്ളപൂശാൻ ശ്രമിച്ചൊന്നുമല്ല. ഞാൻ വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡോക്ടറിന്റെ റിപ്പോർട്ട് ആനന്ദേട്ടനെ കാണിച്ചു തരാം. ആ ദേവിയെടുത്തി ഒരിക്കലും മറിഞ്ഞു വീണതോ അല്ലെങ്കിൽ കുളിമുറി തെന്നി വീണതോ സ്ലിപ്പായതോ ഒന്നും തന്നെയല്ല, മനഃപൂർവ്വം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റണ്ടിന്റെ ഇടയിൽ ആ ഒരു കാല്, അതായത് അലോകിന്റെ കാല് ദേവിയെടുത്തിലെ വയറ്റിൽ ശക്തിയായിട്ട് തട്ടി അടിച്ചത് കൊണ്ടിട്ടാണ് ആ ഒരു അപകടം സംഭവിച്ചത്. അലോകോ, നീ എന്തൊക്കെയാണ് പറയണത്? മീനാക്ഷി പറയണ്ട്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മീനാക്ഷി തുറന്നു പറയാണ്. അത് കേൾക്കുമ്പോൾ ആനന്ദ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ആനന്ദിന് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്നുണ്ടെങ്കിൽ അവള് ശ്രദ്ധിക്കണമായിരുന്നു. ഇടി നടക്കുന്നിടത്ത് എന്തിനാ അവള് പോയത്? അപ്പൊ ആനന്ദ് അപ്പോഴും അങ്ങനെയാണ് ചോദിക്കണത്. മീനാക്ഷി, എന്റെ ആനന്ദേട്ടാ ഒന്നുമില്ല, വിട്ടുകള. നിങ്ങൾക്ക് തോന്നുമ്പോൾ ദേവിയെടുത്തിനെ പോയി വിളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ദേവിയെടുത്തേക്ക് നാളെ നല്ല സംഭവിച്ചിട്ടുണ്ട്, അയ്യോ ദേവിയെടുത്തേക്ക് അങ്ങനെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ആരും കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യണത്. അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.